കോട്ടയം വൈക്കത്ത് വള്ളം മറിഞ്ഞ് അപകടമുണ്ടായതിൽ ഒരാളെക്കുറിച്ചാണ് ഇപ്പോൾ വിവരം ലഭ്യമാവാത്തത്. കണ്ണൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെക്കുറിച്ചുള്ള വിവരം ഇപ്പോൾ ലഭ്യമായിട്ടില്ല. ബാക്കി എല്ലാവരെയും രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് അവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമായ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനോട് സംസാരിക്കുമ്പോഴും വാർഡ് മെമ്പറോട് സംസാരിക്കുമ്പോഴും ഒക്കെ അവരൊക്കെ അങ്ങനെ ഒരു നിഗമനത്തിലേക്കാണ് എത്തുന്നത്. ഒരാളെക്കുറിച്ച് മാത്രം വിവരമില്ല. MLA CK ആശ ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. MLA, ഒരാളെക്കുറിച്ച് മാത്രമാണ് ഇപ്പോൾ വിവരമില്ലാത്തത്. ബാക്കി എല്ലാവരെയും രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് അവിടെയുള്ള മെമ്പറോട് സംസാരിച്ചപ്പോഴും രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമായ ആളുകളോട് സംസാരിച്ചപ്പോഴും ഒക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇയാൾക്കായി തെരച്ചിൽ തുടരുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതെങ്കിലും കരയിലേക്ക് നീന്തിക്കയറിയോ എന്നുള്ള കാര്യം അറിയില്ല. എന്താണ് MLAക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ? ഒരാള് മിസ്സിംഗ് ആണെന്നാണ് ഇപ്പോഴും ഞാനും അറിഞ്ഞിരിക്കുന്നത്. അത് അദ്ദേഹത്തിന് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ നടത്തുന്നുണ്ട്. പാണാവള്ളിയിൽ നിന്നുള്ള ഒരു സുമേഷ് എന്ന് വിളിക്കുന്ന ഒരു കണ്ണനാണ് ഇപ്പൊ മിസ്സിംഗ് ആയിരിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഊർജിതമായിട്ടുള്ള തെരച്ചിൽ നടന്നു വരികയാണ്. സ്കൂബ സെറ്റ് ഉൾപ്പെടെ നമുക്ക് അവിടെ അടിയന്തരമായിട്ട് എത്തിച്ച് അതിന്റെ തിരച്ചിൽ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായ രീതിയിൽ നടത്തി വരികയാണ്. ഫയർഫോഴ്സും അതോടൊപ്പം തന്നെ മത്സ്യത്തൊഴിലാളികളായിട്ടുള്ള നാട്ടുകാരും എല്ലാവരും ചേർന്നുകൊണ്ടാണ് തിരച്ചിൽ നടത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് അത്രയും പേരെ നമുക്ക് രക്ഷപ്പെടുത്താനും സാധിച്ചത്. 29 പേരെ നമുക്ക് രക്ഷപ്പെടുത്തി. കുറച്ച് ഒരു 3-4 പേര് ഹോസ്പിറ്റലൈസ്ഡ് ആണ്. അവർക്കും നിലവിൽ വലിയ പ്രശ്നമില്ലാന്നാണ് ഹോസ്പിറ്റലിൽ നിന്ന് മനസ്സിലാക്കുന്നത്. കൂടുതൽ ഡീറ്റെയിൽസ് എനിക്ക് അവരെ പറ്റി അറിയില്ല. ഹോസ്പിറ്റലിൽ വിളിച്ചപ്പോൾ അങ്ങനെയാണ് ഇപ്പം മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. MLA, ഈ 30 പേർക്ക് കയറാവുന്ന നിലയിലുള്ള ഒരു വെള്ളമാണോ അത്? ഈ അമിതഭാരമാണോ ഈ അപകടം ഉണ്ടാക്കിയത്? അമിതഭാരമായിരിക്കണം അങ്ങനെ ഒരു അപകടം ഉണ്ടാകാനുള്ള കാരണം. പിന്നെ കായല് വേമ്പനാട്ട് കായലാണ്. കായലിന്റെ ഇപ്പൊ 3-4 ദിവസമായിട്ട് തുടർച്ചയായിട്ടുള്ള അതിശക്തമായ മഴയായിരുന്നു. അതുകൊണ്ട് തന്നെ വെള്ളം നല്ല രീതിയിൽ കായലോളം വെള്ളമുണ്ട് എന്ന് പറയുന്ന ഓളം കൂടുതലായിട്ടുണ്ട്. ഒപ്പം തന്നെ കാറ്റും ഇപ്പോ കായലിൽ നല്ല ശക്തമായ രീതിയിലുണ്ട്. അതേതാണ് അതിന്റെ കാരണം എന്നുള്ളത് ഇനി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. എങ്കിലും 30 പേർ കയറുന്ന ഒരു വള്ളത്തിൽ കയറി എന്ന് പറഞ്ഞാൽ അത് എണ്ണമൽപ്പം കൂടുതൽ തന്നെയാണ്. എങ്കിലും കാരണം അതാണ് എന്ന് ഞാൻ പറയുന്നില്ല. അത് കൂടുതൽ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതെ, ഈ വഴി എന്നുള്ള നിലയിൽ അവർക്ക് മറ്റ് സംവിധാനങ്ങളുണ്ടോ? റോഡ് പോലുള്ള മറ്റ് സംവിധാനങ്ങളുണ്ടോ? ഈ എളുപ്പമാർഗം എന്നുള്ള നിലയിലാണോ ഇന്ന് വെള്ളത്തെ ആശ്രയിച്ചത്? എളുപ്പമാർഗം അത് പാണാവള്ളി എന്ന് പറയുന്ന പ്രദേശം ചേർത്തല താലൂക്കാണ്. ഇപ്പൊ ഈ അപകടം ഉണ്ടായിരിക്കുന്ന അടുത്തുരുത്തില് അവിടെ ഒരു മരണാവശ്യത്തിന് വേണ്ടി അവര് കായൽ മാർഗം ഇപ്പുറത്ത് എളുപ്പമാർഗം വരുന്നതിന് വേണ്ടി ഈ വള്ളത്തെ ആശ്രയിച്ചതാണ്. അതല്ലാതെ റോഡും പാലവും ഉണ്ട്. ഈ ഏതെങ്കിലും കരയിൽ ഈ കണ്ണൻ എന്ന് പറയുന്ന ആൾ നീന്തി കയറിയിട്ടുണ്ടോ എന്നറിയില്ല. ഉണ്ടാകണം എന്നാണ് നമ്മളും പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ആവട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. അതെ അതെ, ഈ പുഴയിലുള്ള തെരച്ചിൽ ഫയർഫോഴ്സ് ഇപ്പോഴും തുടരുന്നുണ്ടല്ലേ? തുടരുന്നുണ്ട്. ഇപ്പൊ അവരുടെ സ്കൂബ സെറ്റ് ഉൾപ്പെടെ അങ്ങോട്ട് എത്തുന്നുണ്ട്. ശരി, വളരെ നന്ദി ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. CK ആശ MLA പ്രതികരിക്കുകയായിരുന്നു.